ഓഫ് ദി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ആക്ച്വലി ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്ത് ഓൾമോസ്റ്റ് ഒരു കുറച്ചായിട്ടുണ്ടല്ലേ. വെക്റ്റർ ഫീൽഡ്, ഗ്രേഡിയൻറ്റ്, ഇതൊക്കെ ഞാൻ പിന്നെയും എടുത്ത് പറയാത്തതെന്ന് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, വെക്റ്റർ ഫീൽഡ്, ഇൻവേഴ്സ് സ്ക്വയർ ഫീൽഡ് എങ്ങനെയാണ്, ദെൻ ഗ്രേഡിയൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കും, പാർഷ്യൽ ഡിഫറൻസിയേഷൻ എടുക്കുന്നതാണ് ഗ്രേഡിയൻറ്റ്, പിന്നെ ഡൈവേർജൻസും ഇതൊക്കെ നിങ്ങൾ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഭയങ്കര സ്ട്രെസ് ഇതിൽ കൊടുക്കാത്തത്. ഇതൊക്കെ ബേസിക്കലി ഒരു 1 മാർക്ക് ക്വസ്റ്റ്യനൊക്കെ എഴുതി എന്നൊക്കെ ചോദിക്കാറുള്ളൂ. അപ്പോൾ ഇതിൽ എങ്ങോട്ട് പോകുമ്പം വൺ ഓഫ് ദി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. Show that the divergence of inverse square field f of x, y, z is equal to 0 by x square plus y square plus z square the whole raised to 3 by 2. യൂണിറ്റ് വെക്റ്റർ ഇസ് 0. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ ആദ്യം നമുക്ക് ഡൈവേർജൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഡൈവേർജൻസ് എടുത്ത്, ഡൈവേർജൻസ് എങ്ങനെ കണ്ടുപിടിക്കും? ഡൈവേർജൻസ് എഫ് ഇസ് ഈക്വൽ ടു ഡോ എഫ് ബൈ ഡോ എക്സ് പ്ലസ് ഡോ വൈ ബൈ ഡോ ജി ബൈ ഡോ വൈ പ്ലസ് ഡോ എച്ച് ബൈ ഡോ എസ്. ഇതാണ് ഡൈവേർജൻസ് എന്ന് നമുക്കറിയാം. ആൻഡ് നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? എഫ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അത്രയും ഓക്കെയാണ്. ഇത്രയും നമുക്ക് എഴുതുന്നതിന് പ്രശ്നമൊന്നുമില്ലല്ലോ. ഇനി എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ദി ഹോൾ റേസ് ടു 3 by 2 നമുക്ക് 1 റേസ് ടു 1 by 2 ദി ഹോൾ റേസ് ടു 3 എന്ന് എഴുതാമല്ലോ. അപ്പോൾ ദാർ ഈക്വൽ 1 by 2 into 3 എന്ന് പറയുന്നത് 3 by 2 തന്നെയാണ്. സോ അങ്ങനെ നമുക്ക് എഴുതാം. അതാണ് ഞാൻ അടുത്ത സ്റ്റെപ്പിൽ എഴുതിയത്. ഓക്കെ, സി ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ റേസ് ടു 1 by 2 ദി ഹോൾ റേസ് ടു 3. ഇനി അകത്ത് കിടക്കുന്ന ഈ ഒരു ടേം ദാറ്റ് ഇസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ദി ഹോൾ റേസ് ടു 1 by 2 നമ്മൾ 6 എന്ന് പറയുന്ന ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. ഓക്കെ, 6 എന്ന് പറഞ്ഞൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ എഫിനെ നമുക്ക് ഇങ്ങനെ റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ഇതുവരെ ഡൗട്ടില്ല, ഇതുവരെ എഴുതാമല്ലോ, കുഴപ്പമില്ലല്ലോ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സോ നമുക്ക് 6 എന്ന് പറയുന്നത് എന്തെന്നറിയാം? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ എന്നറിയാം. ഓക്കെ, നോക്കിക്കോ. ആർ ഇസ് ഈക്വൽ ടു, ഇത് യൂണിറ്റ് വെക്റ്ററാണ്. യൂണിറ്റ് വെക്റ്ററിൻ്റെ ഫോർമുല നമുക്കറിയാം. വിച്ച് ഇസ് ഈക്വൽ ടു സി എക്സ് ഐ പ്ലസ് സി വൈ ജെ പ്ലസ് സി ഇസഡ് കെ ബൈ ആർ ക്യൂബ്. ഇതെങ്ങനെ വന്നു? എടാ, ഇത് സംഭവം ഇവിടെ ഇത് ഇത്രയും ഒരു സ്റ്റെപ്പാണേ. അതായത് ഞാൻ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയതാണിത്. സി ബൈ ആർ ക്യൂബ് ഇത് വന്നാൽ നിങ്ങൾക്ക് മനസ്സിലായി. അതായത് ആർ എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ എഫിന് കൊടുക്കുമ്പോൾ സി ബൈ ആർ ക്യൂബ് ഇൻറ്റു എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ ഇത് വന്നാൽ മനസ്സിലായി. ഇനി ഇതിന് ഓരോന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയതാണിത്. ഓക്കെ, ഇനിയാണ് നമ്മൾ യൂണിറ്റ് വെക്റ്റർ ആർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതെന്നറിയാം. ആർ എന്ന് പറയുന്നത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ റേസ് ടു 1 by 2 വിച്ച് മീൻസ് റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തതും ഓക്കെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമ്മളിതിനെ സ്ക്വയർ ചെയ്യുകയാണ്. സ്ക്വയർ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ റൂട്ടിനെ മാറ്റാൻ വേണ്ടി നമ്മൾ ആറിനെ സ്ക്വയർ ചെയ്യുന്നു. അതിനുശേഷം പാർഷ്യൽ ഡിഫറൻസിയേഷൻ. എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് എഴുതി കാണിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ അല്ലേ. സംഭവം ഞാൻ നേരത്തെ എഴുതിയപ്പോൾ വീഡിയോ എടുത്തു, റെക്കോർഡായില്ല. സോ ഏതുവരെ നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും? ഇതുവരെ ഓക്കെ ആയിരിക്കും എന്ന് തോന്നുന്നു. ഇതുവരെ ഡയറക്റ്റ് എന്ന് വെച്ചാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ റേസ് ടു 1 by 2 ആറ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. അതിനുശേഷം റീപ്ലേസ് ചെയ്ത് എഴുതുന്നു. അത്രയേ ഉള്ളൂ ഇതുവരെ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളതിനെ സ്ക്വയർ ചെയ്ത്, ഇതുവരെ ഓക്കെ ആയിരിക്കും, സ്ക്വയർ ചെയ്യുവാണ്. റൂട്ട് മാറ്റാൻ വേണ്ടി നമ്മൾ ആറിനെ സ്ക്വയർ ചെയ്യുവാണ്. ആറിനെ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഫൈനലായിട്ട് ഇങ്ങനെ കിട്ടും. ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ എന്ന് കിട്ടും. ഇനി ടേക്കിംഗ് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, എക്സിൻ്റെ ടേംസ് മാത്രം നമ്മൾ എക്സിൻ്റെ ടേംസിൽ മാത്രമാണ് നമ്മൾ ഈ ഇക്വേഷനെ എക്സിൻ്റെ ടേംസിൽ നമ്മൾ പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുവാണ്. ഓക്കെ, പാർഷ്യൽ ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. സോ നമുക്കറിയാം ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ. സോ ഡോ എക്സ് ഇൻറ്റു ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഇവിടെ എക്സിൻ്റെ ടേം വരുന്ന ഇത് മാത്രമാണല്ലേ, വിച്ച് മീൻസ് 2x ഇൻറ്റു ഡോ ആർ ബൈ ഡോ എക്സ് എന്ന് കിട്ടും. ഓക്കെ, നിൽക്കുക ഒരു മിനിറ്റ്, ഇതിലൊരു ചെറിയ ഇതുണ്ട്.
നമ്മൾ ആർ സ്ക്വയറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ് വിത്ത് റെസ്പെക്ട് ടു. അതിനാദ്യം നമുക്ക് ചെയ്യാം. അതായത് ഈ ഇക്വേഷനാണ് ആക്ച്വലി നമ്മൾ പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. ആദ്യം LHS നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം, അതിനുശേഷം RHS ചെയ്താൽ മതി. ഓക്കെ, സോ ആദ്യം ഞാൻ ഒന്നും കൂടെ എഴുതുവാണ്. ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു, എൻ്റെ ആറും എക്സും ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപോലെ തോന്നും കേട്ടോ, ഇസഡ് സ്ക്വയർ. ഇനി ഇതിനെ നമ്മൾ ∂/∂x ഓഫ് ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു, നിങ്ങൾക്കറിയാം എന്താണ്, 2r ആണ് അല്ലേ, 2r ഇൻറ്റു ∂r/∂x. കാരണം നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ചെയ്തത്, പക്ഷേ ഇതിൽ എക്സ് ഫംഗ്ഷൻ ഇല്ല, അതുകൊണ്ട് ഒരു ∂r/∂x. ഇനി ഇതിന് RHS നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 2x എന്ന് കിട്ടും. ഡൗട്ട് ഉണ്ടോ ഇതെങ്ങനെ വന്നു എന്ന്? RHS x² ടേം, x² ഡെറിവേറ്റീവ് ഓഫ് x² എന്ന് പറയുന്നത്, പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് x² എന്ന് പറയുന്നത് 2x ആണ്. സോ അങ്ങനെയാണ് ഇത് വന്നത്. ഇനി ഇതിൽ നിന്ന് ∂r/∂x is equal to 2x/2r which is equal to x/r. Okay, similarly ∂r/∂y is equal to y/r and ∂r/∂z is equal to z/r. ഈ 3 ഇക്വേഷൻസ് ആണ് ഇനി അടുത്ത് നമുക്ക് ഫോളോയിങ് സ്റ്റെപ്സിൽ വേണ്ടത്. ഇതുവരെ ക്ലിയർ അല്ലേ? വേറെ ഒന്നും നമ്മൾ ചെയ്തില്ല. r² ഈക്വൽ ടു x² പ്ലസ് y² പ്ലസ് z² എന്ന ടേംസിലാക്കിയിട്ട്, ലൈക്ക് അങ്ങനെ ഒരു ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്തു. ഫസ്റ്റ് നമ്മൾ പാർഷ്യൽ ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് എക്സ് ചെയ്തു, എക്സ് മാത്രം ചെയ്താൽ മതി. സിമിലർലി ഇട്ട് നമുക്ക് y ആൻഡ് z എഴുതാൻ പറ്റും. ഓക്കെ, യെസ്. സോ അത് ഇത്രയാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്തു, x/r y/r z/r എന്ന് കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഡൈവേർജൻസ് കണ്ടുപിടിക്കാം. ഡൈവേർജൻസ് കണ്ടുപിടിക്കാൻ ആക്ച്വലി കുറച്ച് ടാസ്ക് ഉണ്ട്, കാരണം നമുക്ക് പ്രോഡക്റ്റ് റൂളൊക്കെ അപ്ലൈ ചെയ്യേണ്ടി വരും. ഡൈവേർജൻസിൻ്റെ ഫോർമുല നിങ്ങൾക്ക് അറിയാലോ, ∂f/∂x ഈസ് ഈക്വൽ ടു ∂r/. സോ ഡൈവേർജൻസ്, ഓക്കെ, ഡൈവേർജൻസ് F is equal to ∂f/∂x plus ∂g/∂y plus ∂h/∂z. ഓക്കെ, സോ നമുക്ക് FGH, നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിൽ FGH ഉണ്ട്. അതായത് നേരത്തെ എഴുതിയതെടുത്ത് നോക്കുവാണെങ്കിൽ ഇതിൽ F എന്ന് പറയുന്നത് ഇതാണ്, GH. ഓക്കെ, FGH എന്ന് പറയുന്നത് നമുക്കുണ്ട്, നമുക്ക് ക്വസ്റ്റ്യനിൽ നമുക്കുണ്ട്. സോ അത് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് F is equal to CX/R³, G is equal to CY/R³, H is equal to CZ/R³. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ∂/∂x ഓഫ് CX/R³ പ്ലസ് ∂/∂y ഓഫ് CY/R³